ജെറുസലേമിൽ നിന്ന് സക്രിയാസിൻ്റെ ഭവനത്തിലേക്ക് 1944 മാർച്ച് 28. നമ്മളിപ്പോൾ ജെറുസലേമിലാണ്. എനിക്കിപ്പോൾ പട്ടണം നന്നായി അറിയാം. അതിൻ്റെ തെരുവുകളും പടിവാതിലുകളും എനിക്ക് പരിചിതമായി. പട്ടണത്തിൽ പ്രവേശിച്ച ഉടനെ അവർ ദേവാലയത്തിലേക്കാണ് പോകുന്നത്. കഴുതകൾക്ക് തീറ്റി കൊടുത്ത ശേഷം അവയെ ഒരാലയത്തിൽ കൊണ്ടുപോയി കെട്ടുന്നു. ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ വന്നപ്പോൾ ആ ആലയത്തിൽ തന്നെയാണ് ജോസഫ് കഴുതയെ കെട്ടിയത്. അവർ ദേവാലയത്തിൽ ആരാധന നടത്തിയ ശേഷം പുറത്തു വന്ന് ഒരു വീട്ടിലേക്ക് പോകുന്നു. അവർക്ക് പരിചയമുള്ളവരുടെ വീടാണ്. അല്പം ലഘുഭക്ഷണം കഴിച്ച ശേഷം മേരി വിശ്രമിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജോസഫ് വൃദ്ധനായ ഒരു ചെറിയ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ മനുഷ്യൻ ആ വഴിക്കാണ് പോകുന്നത്. ഇനിയുള്ള നീണ്ട വഴി മേരി ഒറ്റയ്ക്ക് പോകേണ്ട, എനിക്ക് ഇയാളെ നന്നായി അറിയാം, ആൾ വിശ്വസ്തനാണ്. അവർ വീണ്ടും കഴുതപ്പുറത്ത് കയറി ഒരു പടിവാതിൽ വരെ പോകുന്നു. അവർ പ്രവേശിച്ച കവാടമല്ല. അവിടെ വെച്ച് രണ്ടുപേരും പിരിയുന്നു. മേരി ആ വൃദ്ധനായ മനുഷ്യനും ഒരുമിച്ച് യാത്ര തുടരുന്നു. ജോസഫ് എത്രമാത്രം മൗനം പാലിച്ചിരുന്നുവോ അതിന് ഘടകവിരുദ്ധമായി ഈ മനുഷ്യൻ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. കാണുന്നതിലെല്ലാം വലിയ താല്പര്യക്കാരനും. മേരി ക്ഷമാപൂർവ്വം അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ജോസഫിൻ്റെ കഴുതയുടെ പുറത്തു വെച്ചിരുന്ന ചെറിയ പെട്ടി ഇപ്പോൾ മേരിയുടെ കഴുതയുടെ ജീനിക്ക് മുൻവശത്ത് വെച്ചിരിക്കുന്നു. വലിയ പുറംകുപ്പായ മേരി ഇപ്പോൾ ധരിച്ചിട്ടില്ല. പുതപ്പ് മടക്കി പെട്ടിപ്പുറത്ത് വെച്ചിരിക്കുന്നു. കടുത്ത നീലവർണ്ണത്തിലുള്ള ഉടുപ്പും വെളുത്ത ശിരോവസ്ത്രവും ധരിച്ചിരിക്കുന്ന അവൾ എത്ര മനോഹരിയാണ്. വൃദ്ധന് സ്വല്പം കേൾവിക്കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം അയാൾ കേൾക്കാൻ വേണ്ടി മേരി ഉച്ചത്തിൽ സംസാരിക്കുന്നു. സാധാരണയായി വളരെ താഴ്ന്ന സ്വരത്തിലാണ് മേരി സംസാരിക്കുന്നത്. വൃദ്ധന് ക്ഷീണമായി. ചോദ്യങ്ങളെല്ലാം തീർന്നു. കണ്ടതും കേട്ടതും എല്ലാം പറഞ്ഞു തീർന്നു. ഇരുന്ന് ഉറക്കം തുടങ്ങി. കഴുതക്ക് വഴി നിശ്ചയമുള്ളതുകൊണ്ട് അത് ശരിക്കും മുന്നോട്ട് പോകുന്നു. ഈ ഇടവേള ഉപയോഗപ്പെടുത്തി മേരി തൻ്റെ ശ്രദ്ധയെല്ലാം കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കൈകൾ വിലങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് നീലാകാശത്തേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ പാടിക്കൊണ്ടാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. മുഖത്ത് സന്തോഷവും പ്രകാശവും കളിയാടുന്നു. വേറൊന്നും ഞാൻ കാണുന്നില്ല. ദർശനം മുടങ്ങിയെങ്കിലും അമ്മ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ മനസ്സിൽ അവളെ തെളിഞ്ഞു കാണുന്നു. ഓരോ വിശദാംശവും എനിക്ക് ശരിക്കും കാണാം. എല്ലാം വിവരിച്ചു പറയാൻ കഴിയും. ഒതുങ്ങി മൃദുവായ അവളുടെ കവിൾത്തടങ്ങൾ നേരിയ റോസ് നിറമാണ്. അവളുടെ അധരങ്ങൾക്ക് കടും ചുവപ്പ് നിറവും. നല്ല തെളിഞ്ഞ നീലക്കണ്ണുകൾ തവിട്ട് കലർന്ന സ്വർണ്ണ കൺപീലികളുടെ ഇടയിൽ തിളങ്ങുന്നു. രണ്ടായി പകുത്തിരിക്കുന്ന മുടി നേരിയ 3 ഒഴിവുകളോടെ കാതുകൾ വരെ എത്തുന്നത് കാണാം. ശേഷിച്ച ഭാഗം ശിരോവസ്ത്രങ്ങൾ കൊണ്ട് മൂടിപ്പോയിരിക്കുന്നു. പറുദീസയിലേതെന്ന പോലെ ഒരുതരം സിൽക്ക് ഉടുപ്പാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതേതരം മൃദുവായ തുണി കൊണ്ടുള്ളതാണ് ശിരോവസ്ത്രവും. ഉടുപ്പിൻ്റെ കഴുത്ത് ചുരുങ്ങി മുൻവശത്തൊരു കെട്ടുള്ളതാണ്. കഴുത്തിന് പിടിപ്പിച്ചിരിക്കുന്നതിനേക്കാൾ വണ്ണമുള്ള ഒരു ചരട് കൊണ്ട് ഇടക്കെട്ടും. ചരടിൻ്റെ അറ്റത്ത് തൊങ്ങലുകളും കാണാം. വെള്ള സിൽക്ക് ചരട്. ഉടുപ്പിൻ്റെ മുൻവശം ഏവു ഭംഗിയുള്ള മടക്കുകളായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. വിനിയോദകമായ ആ ഉടുപ്പിൻ്റെ ഏക അലങ്കാരം അതുമാത്രമാണ്. ഒരു മലാഖയെപ്പോലെ കാണപ്പെടുന്ന അവളുടെ അതിലോലവും ആകാരസൗഷ്ഠവമുള്ളതുമായ ശരീരം മുഴുവനും പരിശുദ്ധയായ കന്യാത്വത്തിൻ്റെ പ്രഭ വിതറുന്നു. അവളെ കൂടുതൽ നോക്കുന്തോറും എൻ്റെ വേദന കൂടിക്കൂടി വരുന്നു. കാരണം അവൾ എന്തുമാത്രം സഹിക്കേണ്ടി വന്നു എന്നതാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഇത്ര ശാന്തശീലവും കാരുണ്യവുമുള്ള കാഴ്ചക്ക് ഇത്രയേറെ മൃദുലമായ അവളോട് കാരുണ്യം കാണിക്കാതിരിക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവളെ ഞാൻ നോക്കുമ്പോൾ കാൽവരിയിൽ അവളുടെ മേൽ ചൊരിയപ്പെട്ട ആക്രോശങ്ങളാണ് ഞാൻ കാണുന്നത്. കുറ്റവാളിയുടെ അമ്മയായതു നിമിത്തം എന്തെന്ത് നിന്ദയും പരിഹാസവും അവജ്ഞയും അവളുടെ മേൽ ചൊരിയപ്പെട്ടു. മനോഹരിയും പ്രശാന്തയുമായി ഇപ്പോൾ അവളെ ഞാൻ കാണുന്നു. എന്നാൽ മനോവേദനയുടെ ആ നിമിഷങ്ങളിലെ ദുഃഖപൂർണമായ ആ മുഖം വിസ്മരിക്കാൻ ഇപ്പോഴത്തെ പ്രശാന്തമായ മുഖം സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ജെറുസലേമിലെ വീട്ടിൽ കണ്ട ആ മുഖത്തിൻ്റെ ഓർമ്മയും മാഞ്ഞു പോകുന്നില്ല. ഞാൻ ഓർമ്മിക്കുന്നത് പോലെ അവളും ആ ദുഃഖങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാകണം. ആ മൃദുലവും കരുണാർദ്രവുമായ കവിൾത്തടങ്ങളിൽ തലോടാനും ചുംബിക്കുവാനും അങ്ങനെ ആ ചൂടു കണ്ണുനീരിൻ്റെ ഓർമ്മ തുടച്ചു മാറ്റുവാനും കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അവൾ എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സമാധാനം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസം. അവളെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും ആനന്ദദായകമായ നിമിഷങ്ങളേക്കാൾ മാധുര്യമേറിയതായിരിക്കുമെന്ന് തോന്നുന്നു. എനിക്കായി തന്നെ എൻ്റെ അടുത്തേക്ക് വരാനിരിക്കുന്ന സമയത്ത് അവളുടെ അഭാവം എനിക്ക് വലിയ ദുഃഖമുളവാക്കുന്നു. സ്വന്തം അമ്മയുടെ അസാന്നിധ്യം ഒരു കുഞ്ഞിന് വിഷമമുള്ളാക്കുന്നത് പോലെ ഡിസംബറിലും ജനുവരിയിലും എനിക്ക് ലഭിച്ച
അവർണ്ണനീയമായ ആനന്ദം ഞാനിപ്പോൾ ഓർക്കുന്നു. കാൽവരിയിലെ ക്രൂരപീഡനങ്ങളുടെ ദർശനം ദുഃഖത്തിൻ്റെ നിഴൽ കൊണ്ട് എൻ്റെ എല്ലാ സന്തോഷങ്ങളെയും ആവരണം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് സന്തോഷമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 11 സന്ധ്യയ്ക്ക് ഈശോയുടെ പീഡാസഹനം ഞാൻ ദർശിച്ചു. അന്നു മുതലുള്ള എൻ്റെ അനുഭവങ്ങളും വികാരങ്ങളും വിവരിച്ചു പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ആ ദർശനം എന്നെ ആകെ മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഞാൻ മരിച്ചാലും, ഒരു 100 വർഷം കഴിഞ്ഞ് മരിച്ചാലും ആ ദർശനത്തിൻ്റെ തീവ്രതയും അനന്തരഫലങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കും. പണ്ടൊക്കെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനത് ജീവിക്കുകയാണ്. കാരണം പീഡാനുഭവത്തിൻ്റെ ഒരു ചിത്രം കാണുകയോ അതേക്കുറിച്ചൊരു വാക്കു കേൾക്കുകയോ ചെയ്താലുടനെ ആ രാത്രിയിൽ ഞാൻ അനുഭവിച്ചതെല്ലാം വീണ്ടും അനുഭവിക്കുന്നു. ആ പീഡകൾ കണ്ടപ്പോഴുണ്ടായ ഭയവും ഞടുക്കവും വീണ്ടും അനുഭവപ്പെടുന്നു. പരിത്യക്തനായ അവിടുത്തെ സഹനമോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. അതെല്ലാം എന്നെ അനുസ്മരിപ്പിക്കുവാൻ ഒന്നുമില്ലെങ്കിലും അതേക്കുറിച്ചുള്ള ഓർമ്മ തന്നെ എൻ്റെ ഹൃദയത്തെ ഭേദിക്കുന്നു. മേരി സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ നിശബ്ദയാകട്ടെ. മേരി പറയുന്നു, എൻ്റെ മകളെ, പാവം, നീ ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കുകയില്ല. ഒരു കാര്യത്തിലേക്ക് മാത്രം നിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ മാത്രമല്ല, ഇത് വായിക്കുന്നവരുടെ ശ്രദ്ധയും. ജോസഫും ഞാനും പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുത്തിരുന്നു എന്നതാണ് ആ കാര്യം. ക്ഷീണം, തിരക്ക്, ആകുലതകൾ, ജോലിവേലകൾ എന്നിവയൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. നേരെ മറിച്ച് അവയെല്ലാം പ്രാർത്ഥനയെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ വേലകളുടെയും രാജ്ഞി പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളുടെ വിശ്രമവും പ്രകാശവും പ്രത്യാശയും പ്രാർത്ഥന തന്നെയായിരുന്നു. ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ അത് ഒരു ആശ്വാസമായിരുന്നെങ്കിൽ സന്തോഷ അവസരങ്ങളിൽ അതൊരു സംഗീതമായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ ആത്മാക്കളുടെ ഉത്തമ സഖിയായിരുന്നു പ്രാർത്ഥന. പ്രവാസ സ്ഥലമായ ഈ ഭൂമിയിൽ നിന്നും അത് ഞങ്ങളെ അകറ്റി നമ്മുടെ പിതാവിൻ്റെ രാജ്യമായ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ കാലത്ത് ദൈവം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന വിശുദ്ധി തന്നെയായ അവിടുത്തെ ആരാധിക്കുന്നതിന് എനിക്കെൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോസഫും ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളുടെ അസ്തിത്വം മുഴുവൻ ആമഗ്നമായിരുന്നു. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആശ്ലേഷം ഞങ്ങൾക്ക് ലഭിക്കുകയും അതിൽ ഞങ്ങളുടെ ആത്മാക്കൾ ഉരുകി ദൈവത്തോട് ഒന്നായിത്തീരുകയുമാണ് ചെയ്യുന്നത്. നിത്യനായ ദൈവം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ദേവാലയത്തോട് വേണ്ട ആദരവും വണക്കവും ഞാൻ നൽകേണ്ടതായിരുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ വിശുദ്ധിയുള്ള ആൾ പോലും ദൈവസന്നിധിയിൽ താൻ വെറും ഇല്ലായ്മ മാത്രമാണെന്ന് എന്ന ബോധ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. ഈ ശൂന്യതാബോധത്തിൽ നിന്ന് ദൈവമഹിമയെക്കുറിച്ചുള്ള സ്മരണ ഉണരുന്നു. തൽഫലമായി ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ ദൈവസ്തുതികൾ നിരന്തരം നിർഗളിക്കുന്നു. ഓസാന പാടി ആത്മാവ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഒരു ദൈവിക ദാനമാണ്. നീ ബലഹീനയാണോ, ദരിദ്രയാണോ, കുറ്റം ചെയ്തവളാണോ, ദൈവത്തിൻ്റെ വിശുദ്ധിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിന്നെ നിന്റെ ദുരിതത്തിൽ നിന്നും രക്ഷിക്കാൻ പരിശുദ്ധനായവൻ്റെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കുക. അവൻ വന്ന് നിന്നിലേക്ക് വിശുദ്ധി പകരും. ദൈവസന്നിധിയിൽ നീ വിശുദ്ധമായി ജീവിക്കുന്നവളും ദൈവത്തിനു പ്രീതിയുള്ളവളുമാണോ, അപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നീ സ്തുതിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധി അതിരില്ലാത്തതാണ്. അത് നിന്റെ വിശുദ്ധിയെ വർദ്ധിപ്പിക്കും. മനുഷ്യരുടെ ബലഹീനതകളില്ലാത്ത ദൈവദൂതന്മാർ ഒരിക്കലും നിർത്താത്ത പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുള്ള അവരുടെ ഉത്തമഗീതം തുടരുന്നു. അതിനാൽ സ്വഭാവീതിതമായി അവരുടെ സൗന്ദര്യം ഓരോ സ്തുതിപ്പിനും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൂതന്മാരെ അനുകരിക്കുക. ഒരിക്കലും നിനക്ക് പ്രാർത്ഥനയുടെ സംരക്ഷണമില്ലാതെ വരരുത്. പ്രാർത്ഥന സാത്താൻ്റെ ആയുധങ്ങളുടെ മൂർച്ച കെടുത്തുന്നു. ലോകത്തിൻ്റെ ദുഷ്ടത, ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾ, മനസ്സിൻ്റെ അഹന്ത ഇവയെ നശിപ്പിക്കുന്നു. ഈ ആയുധം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇത് സ്വർഗം തുറക്കുന്നതും ധാരാളം കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നതുമായ ആയുധമാണ്. പാപ ആധിക്യത്തെ നിമിത്തം ദൈവശിക്ഷയെ വിളിച്ചു വരുത്തുന്ന ലോകത്തിന് ധാരാളം പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറവാണ് താനും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ കുറച്ചു പേർ ധാരാളം പേർ ആണെന്ന വിധം പ്രാർത്ഥിക്കണം. സജീവമായ പ്രാർത്ഥന അവർ വളരെ വർദ്ധിപ്പിക്കണം. കൃപാവരം ലഭിക്കുന്നതിന് ആവശ്യമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരണം. പ്രാർത്ഥന സജീവമാകുന്നത് യഥാർത്ഥ സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ്. എൻ്റെ പ്രിയമകളെ, നിൻ്റെ സഹനങ്ങളോടുകൂടെ എൻ്റെ ഈശോയുടെയും എൻ്റെയും സഹനങ്ങൾ ഓർത്ത് നീ കൂടുതൽ സഹിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ സഹിക്കുന്നത് നല്ലതും ദൈവത്തിന് പ്രീതികരവും നിൻ്റെ മഹിമയെ വർദ്ധിപ്പിക്കുന്നതുമാണ്. നിന്റെ സഹതാപാർദ്ദമായ സ്നേഹം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. എന്നെ ചുംബിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്.
എൻ്റെ പുത്രൻ്റെ മുറിവുകളെ നീ ചുംബിക്കുക. നിൻ്റെ സ്നേഹമാവുന്ന തൈലം പകർന്ന് അവ വെച്ച് കെട്ടുക. ചമ്മട്ടിയടികൾ, മുൾമുടി ധാരണം, ആണികൾ തറക്കൽ, കുരിശിലെ യാതനകൾ ഇവയെല്ലാം ഞാൻ ആത്മാവിൽ അനുഭവിച്ചു. അതുപോലെ തന്നെ എൻ്റെ പുത്രന് നൽകപ്പെടുന്ന സ്നേഹ ആലിംഗനങ്ങളെല്ലാം എനിക്ക് തന്നെ ലഭിക്കുന്നതായി എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. വരൂ, ഞാൻ സ്വർഗത്തിലെ രാജ്ഞിയാണ്, എന്നാൽ എല്ലായ്പ്പോഴും ഞാൻ അമ്മ തന്നെയാണ്. എനിക്ക് സന്തോഷമായി.